നമ്മുടെ വിശുദ്ധ തിരുനാളിൻ്റെ 4-ാം ദിവസം മനുഷ്യകുലത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ അവതരിച്ച യേശുവിൻ്റെ മരണം വഴി മഹത്വീകരിക്കപ്പെട്ട കുരിശ് വിശ്വസിക്കുന്നവർക്ക് എന്നും രക്ഷയുടെ അടയാളമാണ്. വിളിച്ചപ്പോഴെല്ലാം ഉത്തരമരുളി എന്നും നമ്മെ ശക്തിപ്പെടുത്തുന്ന കുരിശിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്ന നമുക്ക് കുരിശിൻ്റെ ചുവട്ടിൽ അണിനിരക്കാം. ആശ്വാസവും സാന്ത്വനവുമായി പെയ്തിറങ്ങുന്ന ദൈവസ്നേഹത്തിൻ്റെ അടയാളമായ കുരിശിൻ്റെ മഹത്വം ഏറ്റുപറയാൻ, എല്ലാ കൃപകളുടെയും ഉറവിടത്തിന് നന്ദി പറയാൻ ഈ വരുന്ന ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. അനുദിന ജീവിതത്തിലെ കുരിശുകളെ സർവന ആശ്ലേഷിച്ചുകൊണ്ട് ക്രൂശിതനായ ഈശോയ്ക്ക് സാക്ഷികളാകാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഇന്നത്തെ ഈ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന SAC ക്ലബ് അംഗങ്ങളെയും വള്ളംകളിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് വള്ളംകളിക്കായി ട്രോഫികൾ സംഭാവന ചെയ്ത ഓരോ നല്ല മനസ്സിൻ്റെ ഉടമകളായ സഹോദരങ്ങളെയും ഈ ദിവ്യബലി സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം നമ്മുടെ ഇടവകയിലേക്ക് എത്തിച്ചേർന്ന ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആദരണീയനായ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിനെയും വചന സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ഛനെയും മറ്റു സഹകാർമ്മികരെയും ബഹുമാനപ്പെട്ട വികാരി ജോയി തേലക്കണ്ടച്ചനെയും ഇടവക ജനങ്ങളുടെയും നാമത്തിൽ ഹോളി ക്രോസ് ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധ ബലിക്കായി ഒരുങ്ങാം.
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ബഹുമാനപ്പെട്ട വികാരി ജോയി തേലക്കാട്ടച്ച ഇന്ന് വചനപ്രസംഗം നടത്തുന്ന ജോസ് തോമസ് അച്ച, ഈ ഇടവകയുടെ മുൻ വികാരി ജോയി തൈപ്പറമ്പിലച്ച, ഈ ഇടവകയിൽ നിന്ന് തന്നെയുള്ള സ്നേഹമുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് കടൽ വാതിരത്ത് ഇടവകയിലെ വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിൻ്റെ തലേദിനം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ പള്ളിവേടയിൽ ആദ്യമായി താമസിക്കാൻ കടന്നു വന്നതിൻ്റെതും തിരുനാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വള്ളംകളിയുടെയും ഒക്കെ ഒത്തിരിയേറെ ഓർമ്മകൾ മനസ്സിൽ വന്നു നിറയുകയാണ്. ഈ തിരുനാളിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോയി അച്ഛനോടും 80 പ്രസിദ്ധന്തിമാരോടും ഇടവകയിലെ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇടവക തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബത്തിനും നേരുന്നു. നിങ്ങൾക്ക് വേണ്ടി തുടർന്നും ഈ ബലിയിൽ പ്രാർത്ഥിക്കുന്നു. മാനവ ചരിത്രത്തിൽ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല, കുരിശിൽ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് കുരിശ് രക്ഷയുടെ അടയാളമായി മാനവരാശിക്ക് മുഴുവൻ നൽകി. ക്രിസ്തുവിൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു. യേശു പറയുന്നു, തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന കുരിശുമെടുത്ത് അവിടത്തെ പിൻചെല്ലാനാണ്. ഇത് പറയുമ്പോൾ സ്നേഹം ത്യാഗമാണെന്നും യഥാർത്ഥ സന്തോഷം കുരിശിലെ ബലിയിൽ നിന്ന് ഉൾക്കൊള്ളുവാനുമായിട്ടാണ് യേശുനാഥൻ നമ്മെ ക്ഷണിക്കുക. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 2-ാമത്തെ വാക്കിൽ പറയുന്നു, ക്രിസ്തുവിനെ, അതെ ക്രൂശിതനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. യേശുവിൻ്റെ കുരിശ് നൽകുന്ന പാഠങ്ങൾ അനുദിന ജീവിതത്തിൽ സ്നേഹത്തോടും ത്യാഗത്തോടും നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കുരിശിൽ എപ്പോഴും സന്തോഷപ്രദവും അർത്ഥവത്തവുമാകുവാൻ വേണ്ടിയുള്ള കൃപാവരത്തിനായിട്ട് ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പള്ളി ഇത്ര മനോഹരമായി ഈ ഫസാദ് ചെയ്ത നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ ബലിയർപ്പണത്തിന് ഒരുങ്ങുന്ന നിമിഷം നമ്മുടെ തെറ്റുകളെ വെച്ചോർത്ത് നമുക്ക് മനസ്സറിയിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക്
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം കൈവരിക്കാൻ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ കുരിശിൻ്റെ മഹത്വവൽക്കരണ തിരുനാൾ സംഖ്യാപുസ്തകത്തിൽ നിന്ന് 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദംശനമേറ്റവർ അതിനെ നോക്കിയപ്പോൾ സൗഖ്യം പ്രാപിച്ചു. അക്കാലത്ത് ഏതോ ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പത്തിൽ നിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദർശനമേറ്റ് ഇസ്രായേലിൽ വളരെയേറെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പം ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി. അവർ അനുദപിച്ചു, ദൈവത്തിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് ഞങ്ങളുടെ അത്ഭുത ശരിയെന്നും അത്യുന്നതനായ ദൈവമാണ് ഞങ്ങളെ വീണ്ടെടുക്കുന്നവരെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു. അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശുക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ. അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകം വീണ്ടെടുത്തു രക്ഷിച്ചു. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുളി ചെയ്തു, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ക്രൂശിതനായ കർത്താവിൽ ഏറ്റവും ആദരണീയനായ അഭിവന്ദ പിതാവേ, ഈ വിശുദ്ധ ബലിക്ക് പ്രത്യേകം സഹായത വഹിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രത്യേകമായി ഈ തിരുനാളിന് ആത്മീയ ഭൗതിക നേതൃത്വം നൽകുന്ന പ്രസിദ്ധി സമൂഹത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 2025 ആണ്ടിലെ വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിലെ ഏറ്റവും മനോഹരമായ ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഒരുമിച്ച് ബലിയർപ്പിച്ച് കർത്താവിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കുകയാണ്. ഒരുപാട് താല്പര്യത്തോടും ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഈ ദേശത്തുള്ളവർ ഈ തിരുനാളിനെ വരവേൽക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു തിരുനാളിനേക്കാളും അപ്പുറം ഈ ദേശത്തിൻ്റെ തന്നെ ഈ കടൽവാതുരുത്ത് പ്രദേശത്തെ തിരിച്ചറിയുന്ന എല്ലാവരുടെയും ഒരു വൈകാരികമായൊരു അനുഭവമാണ് ഈ തിരുനാൾ ആഘോഷം. മനോഹരമായിട്ടുള്ളൊരു പുസ്തകം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വായിക്കുകയായിരുന്നു. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വെൻ വിൽ അവർ ചർച്ച് ബെൽ റിങ്സ് അഗെയിൻ. ഇതിനെക്കുറിച്ച് അത് എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ ഡേവിസ് എന്ന് പറയുന്ന സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ലോകത്തെ കീഴ്മേൽ മറിച്ച ഏറ്റവും വലിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. 1789 മുതൽ 1799 വരെ 10 വർഷം നീണ്ടു നിന്ന ഒരു വിപ്ലവം. ഈ വിപ്ലവത്തിൻ്റെ മുൻനിരക്കാരായി ഉണ്ടായിരുന്നത് വോൾട്ടയറും റൂസോയുമായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം കേൾക്കുമ്പോൾ തന്നെ ഉൾക്കൊള്ളിലുണ്ടാക്കുന്ന വലിയ പ്രഖ്യാപനങ്ങളാണ് അവിടെ നടത്തിയത്. എന്നിട്ട് അവർ നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വചനവും ഈ സഭയുമാണ്. അതുകൊണ്ട് അതിനെ അടിമുടി വേരോടുകൂടി പിഴുതെറിയണം. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിർദ്ദേശം കൊടുത്തത് ഇങ്ങനെയാണ്: ബൈബിളുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുക. രണ്ടാമത്, ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയുന്ന കുരിശുകൾ അത് തച്ചുടയ്ക്കുക. ഭവനത്തിലുള്ളതായിക്കൊള്ളട്ടെ, ഈ ദേശത്തുള്ളതായിക്കൊള്ളട്ടെ. അത് അക്ഷരം പ്രതി അനുസരിച്ചു. ഫ്രാൻസിൽ 10 വർഷം നിരന്തരമായിട്ട് നടന്നൊരു കാര്യം ഇതാണ്: ബൈബിളുകൾ കത്തിച്ചു, കുരിശുകൾ തകർക്കപ്പെടാനായിട്ടിടയായി. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വിപ്ലവം പരാജയപ്പെട്ടു. അതിനേക്കാൾ ക്രൂരനായ നെപ്പോളിയൻ ഈ ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 4-5 വർഷം കഴിഞ്ഞപ്പോൾ ആ രാജാവും വീണു. ജനം ഒരു അസന്നിഗ്ധ അവസ്ഥയിലെത്തി. അപ്പം അന്നുണ്ടായിരുന്ന അഭിവന്ദ പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ചെയ്തൊരു കാര്യം ഇതാണ്: ദേശത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും കുരിശുകൾ സ്ഥാപിച്ചു. ഭവനങ്ങളിൽ ജനത്തിനോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന കുരിശുകൾ സ്ഥാപിക്കുക.
അത് വെറും ഒരു അടയാളമല്ല, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിക്കൊണ്ടുവരുന്ന ഒരനുഭവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ലോകത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വിശുദ്ധന്മാർ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഉണ്ടായത്. വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ ജോൺ ഓഫ് ആർക്കും, അതോടൊപ്പം തന്നെ വിശുദ്ധനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ജോൺ മരിയ വിയാനിയും ഒക്കെ. വീണ്ടും 2005 ഫ്രാൻസിലെ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. ഈ രാജ്യം എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്, ഒരു മതത്തിൻ്റെയും സ്വന്തമല്ല. അതുകൊണ്ട് ക്രൈസ്തവ രാജ്യം എന്ന് ഈ രാജ്യം വിളിക്കപ്പെടേണ്ട ആവശ്യമില്ല. കുരിശുകൾ എടുത്തു മാറ്റുക, അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം 2025 ആണ്ടാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ മാസം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പാരീസിൻ്റെ തെരുവീതികളിലൂടെ ഫ്രഞ്ചുകാരെ കയ്യിൽ കുരിശും പിടിച്ചുകൊണ്ടൊരു യാത്ര നടത്തി. എന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ധാർമ്മികതയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനവും തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ അടയാളം വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ച് കുരിശ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അതിനേക്കാൾ ഉപരിയായി ക്രിസ്തു മരിച്ച ഒന്ന് തന്നെയാണ്. കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാ ദിവസവും എല്ലാ നേരവും കുരിശ് വരിച്ച് നമ്മൾ ഓരോ കാര്യവും ആരംഭിക്കുമ്പോൾ ഇത് വെറും ഒരു അടയാളമല്ല, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഏറ്റവും കൃപ നിറഞ്ഞ ഒരനുഭവമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഭവം, ഈ ലോകം എത്ര കാലം നിലനിൽക്കുന്നോ അത്ര കാലം സ്മരിക്കപ്പെടേണ്ട ഒരടയാളം. ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് അത് ശാപത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ലജ്ജയുടെയും മരണത്തിൻ്റെതുമായ അനുഭവമായിരുന്നെങ്കിൽ ഇന്ന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടേതുമായ അനുഭവമായിട്ട് അത് തീരുകയാണ്. ഇന്ന് വിശുദ്ധ ബലിയർപ്പണം ആരംഭിച്ച സമയത്ത് അഭിവന്യ പിതാവ് ആദ്യം തന്നെ ഈ ബലിപീഠത്തെ ചുംബിച്ചു. എല്ലാ ദിവസവും വൈദികൻ വിശുദ്ധ ബലിയർപ്പണം ആരംഭിക്കുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യുക. ധൂപാർപ്പണം ഉണ്ടെങ്കിൽ ആദ്യം ബലിപീഠത്തെയും പിന്നെ ക്രൂശിത രൂപത്തെയാണ് ധൂപിക്കുക. എന്തുകൊണ്ട് ക്രൂശിത രൂപത്തെ ധൂപിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ബലിയും ഈ വ്യക്തിയും എന്നും സ്മരിക്കപ്പെടണം. റോമക്കാരുടെ നിയമം അനുസരിച്ച് ശാപത്തിന്റെ അടയാളമായ കുരിശിന്റെ അർത്ഥം മാറിയതിന്റെ കാരണം ഇതാണ്: അതിൽ മരിച്ച വ്യക്തിയും അവൻ അർപ്പിച്ച ബലിയും അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുകയുള്ളൂ. സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശും ഒക്കെ കണ്ട് നമ്മൾ പരിചയപ്പെട്ടവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒന്ന് ഈ കുരിശിൽ മരിച്ച കർത്താവും അവൻ അർപ്പിച്ച ബലിയും എന്നും എപ്പോഴും ഓർക്കാനായിട്ട് ഇടയാകണം. എന്നത് വിസ്മരിക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുണ്ടാകും. അതുകൊണ്ടാണ് ഒരു രാജ്യം മുഴുവൻ തിരിച്ചറിഞ്ഞ് പറഞ്ഞത് ഇത് വെറും ഒരു അടയാളമല്ല, മറിച്ച് ശക്തിയുടെ അനുഭവം ദൈവം ഇറക്കിക്കൊണ്ടുവരുന്ന ഒന്നാണ്. ഇത്തിരിനാളിൻ്റെ തലേ ദിവസം തമ്പുരാന്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ കുരിശിലെ ബലിയും കുരിശിൽ മരിച്ച കർത്താവിനെയും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീരണം. ആരാണ് ഒരു ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം, നിർബന്ധമായിട്ടും പറയേണ്ട ഒരു വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1 പത്രോസ് അതിൻ്റെ 3:15 വചനത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുക: ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിന്റെ ജീവിതത്തിന്റെ സുപ്രധാനപ്പെട്ട ഭാഗത്ത് നിന്റെ പ്രയോറിറ്റി ആയിട്ട് മുൻഗണനയായി ക്രിസ്തു എപ്പോഴും ഉണ്ടാകണം. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് ഒന്ന് പിരിച്ചെഴുതി നോക്കിയേ. ക്രിസ്ത്യൻ എന്നല്ലേ നമ്മളത് ഉച്ചരിക്കുക.
അതിൻ്റെ മുമ്പിൽ ഒരു പ്ലസ് ഇടുക. ക്രൈസ്റ്റ് പ്ലസ് എൻ ഈസ് ഈക്വൽ ടു ക്രിസ്ത്യൻ. ക്രിസ്തു ഉള്ളിലുള്ളവനും അവനും അവളുമാണ് ക്രിസ്ത്യാനി. അപ്പൊ എൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, മനോഭാവത്തിൽ കർത്താവിനെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഏറ്റവും വലിയൊരു കാര്യം അവൻ അർപ്പിച്ച ബലിയാണ്. ഈ കുരിശിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, തന്നില്ലാതായ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാകേണ്ടതും ജീവിതത്തിൽ പ്രഖ്യാപിക്കേണ്ടതും ഈ ബലിയുടെ അനുഭവമാണ്. ഒന്നും മാറ്റിവെക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരനുഭവം. നമ്മുടെ രൂപതയിൽ തന്നെ ഒരു പള്ളിയിൽ കുറച്ചു കാലം ഞാൻ വികാരിയച്ഛനായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ പള്ളിയിൽ വെച്ചുണ്ടായ 2 അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. തികച്ചും വ്യത്യസ്തമായ 2 അനുഭവമാണ്. ഒന്നിരുന്ന് ചിന്തിക്കാനിടയായ 2 അനുഭവം. ഒന്നാമത്തെ അനുഭവം, ഇവിടെ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളോട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം സാധാരണ ചെയ്യുന്നത് പോലെ കുഞ്ഞുമക്കളോട് ഞാനൊന്നൊരു ചോദ്യം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: മക്കളെ, നമ്മുടെ വിശുദ്ധ ബലി അർപ്പണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ്? നല്ല ഉശിരുള്ള മിടുക്കന്മാരായ പിള്ളേരായിരുന്നു ആ കാറ്റഗിസങ്ങൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്നത്. മുമ്പിൽ നിന്ന് ഒരു ദുഷ്ടൻ എഴുന്നേറ്റ് നിന്ന് മറുപടി പറഞ്ഞു, ദിവ്യപൂജ സമാപിച്ചു എന്നുള്ള പ്രാർത്ഥനയാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉൾക്കുളിര് ഉണ്ടാകും. കർത്താവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ അനുഭവം ഗലാത്യ ലേഖനം 2:20 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ ക്രിസ്തുവോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നീയല്ല, ക്രിസ്തുവാണ് നിന്നിൽ ജീവിക്കുന്നത്. യേശു മരിച്ചവരെ ഉറപ്പിച്ചിട്ടുണ്ട്, വെള്ളത്തിൻ്റെ മീതെ നടന്നിട്ടുണ്ട്. ചീഞ്ഞടഞ്ഞ ശരീരം ശിശുവിൻ്റേതുപോലെ അവിടുന്ന് മൃദുലമാക്കിയിട്ടുണ്ട്. അവൻ കൽപ്പിച്ചപ്പോൾ കാറ്റും കടലും ഒക്കെ ശാന്തമായിട്ടുണ്ട്. അന്നാരും പറഞ്ഞില്ല അവൻ ദൈവപുത്രനാണ്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ കുരിശിൽ പിടഞ്ഞ് ഈശോ മരിക്കുമ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിയുന്ന സമയത്ത് വിജാതീയനായ ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞതെന്താണെന്ന് അറിയാവോ? ഇതാ, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. ഒരധ്യായവും കൂടെ കഴിയുമ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് തങ്ങളുടെ സങ്കടം പറയുന്ന സമയത്ത് കർത്താവ് അവരോട് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? ദൈവപുത്രൻ ഇതെല്ലാം സഹിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പ്രിയപ്പെട്ടവരെ, കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അവിടുത്തെ ബലിയാണ്. ആ ബലി തുടരാനുള്ളൊരു വെല്ലുവിളിയാണ് കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തരാനായിട്ട് ദൈവത്തിനായിട്ടുള്ളത്. താൻ അർപ്പിച്ച ബലി പോലെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ബലിയായിട്ട് തീരാൻ സാധിക്കുന്ന അനുഭവം ഉണ്ടാകണം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ പരിശുദ്ധ കുർബാനയെ കുറിച്ച്, കർത്താവിന്റെ ബലിയർപ്പണത്തെക്കുറിച്ച്, ഈശോയെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ ഇങ്ങനെയാ സൂചിപ്പിക്കുക: ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള 15 മിനിറ്റ് സമയം നീ കർത്താവിനെ ഉൾക്കൊള്ളുന്ന സക്രാരി തന്നെയാണ്. കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, കുരിശിന്റെ മുമ്പിൽ കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ ബലിയർപ്പണത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിന്റെ ജീവിതാനുഭവങ്ങളിൽ ഇതുപോലെ കർത്താവിനെ ഉൾക്കൊള്ളുന്ന ഒരു അനുഭവം നിനക്ക് പ്രസരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. സ്വർണവും വെള്ളിയും ഡയമണ്ടും കൊണ്ടുള്ള കുരിശുകൾ സന്തോഷത്തോടുകൂടെ നമ്മുടെ കഴുത്തെ ചാർത്തും. എന്നാൽ ജീവിതത്തിന്റെ ബലിയർപ്പണത്തെ അനുസ്മരിപ്പിക്കുന്ന, കർത്താവിന്റെ ബലിയർപ്പണത്തെ അനുസ്മരിപ്പിക്കുന്ന ജീവിതത്തിന്റെ കുരിശുകളെ അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ബലിയർപ്പിക്കുമ്പോൾ വൈദികൻ അപ്പവും വീഞ്ഞും എടുത്ത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതെന്റെ ശരീരമാണ്, വിഭജിച്ച് തരുന്നു. ഇതെന്റെ രക്തമാണ്, നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നു എന്ന് വെച്ചാൽ മുറിയപ്പെടാതെ ആർക്കും കർത്താവിനെ പ്രഘോഷിക്കാൻ സാധിക്കുകയില്ല. ഞാൻ 2 അനുഭവം എന്ന് പറഞ്ഞില്ലേ, രണ്ടാമതൊരു അനുഭവം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ.
കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും, പക്ഷെ എനിക്കത്ര രസകരമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് സമീപത്തുള്ള ഇടവപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛനാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം അച്ഛൻ്റെ അടുക്കൽ ഭക്ഷണം കഴിക്കാൻ പോയി ഉച്ച സമയത്ത്. ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാത്തത് കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല വെയിലായതുകൊണ്ട് ഒരു കാലം കൂടെ കടം വാങ്ങിയിട്ട് ഞാനിങ്ങനെ വഴിയിലൂടെ നടന്നു വരികയാണ്. വരുന്ന സമയത്ത് യുവതിയായ ഒരമ്മ കൊച്ചിന് ചോറും കൊടുത്തുകൊണ്ട് വീടിൻ്റെ മതിലിൻ്റെ സമീപത്ത് നിൽപ്പുണ്ട്. ഈ മുതൽ എന്ത് പറഞ്ഞിട്ടും ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പം ദൂരെ നിന്ന് ഞാൻ വരുന്നത് കണ്ട്, കാലം കൂടെയാണ്, കറുത്തുടുപ്പാണ്, കറുത്തിരണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് ഞാൻ വരുന്നത് കണ്ട് അച്ഛൻ എന്നെ കാണിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ കൊച്ചിനെ തോണ്ടിയിട്ട് പറയുക, മോനെ ദേ നോക്കിയേ, കോക്കായി അടുത്ത് വരുമ്പോൾ പിടിക്കും. ഞാൻ നോക്കുമ്പോൾ കൊച്ച് ഒരു അപ്പം തന്നെ വിഴുങ്ങി. ഇനി ഉൾപ്പെട്ട അച്ഛനെ കന്യാസ്ത്രയെ കണ്ടാൽ കൊച്ചിൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? ഈ ഭൂതത്തിൻ്റെ ഈ കോക്കായുടെ ഇമേജല്ലേ സാധാരണയായിട്ട് മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ദേവാലയം വളരെ നല്ലതാണ്. ഈ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ കല്ലും മണ്ണും കൊണ്ട് പണിത ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതല്ല ദേവാലയം. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 7:15 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഈ സ്ഥലം ഞാൻ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതിനാൽ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഉണ്ടായിരിക്കും. ഇപ്പൊ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ, കുരിശിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ വിശ്വാസത്തിന്റെ തലത്തിൽ എന്തുമാത്രം ഞാൻ ഉയർന്നിട്ടുണ്ട് എന്ന്. കർത്താവിൻ്റെ ആ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ എന്തുമാത്രം ഞാൻ ഉയർന്നിട്ടുണ്ട്. എത്രയേറെയൊക്കെ ഉണ്ടായിരുന്നാലും വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് തിരിച്ചറിയ. പ്രിയപ്പെട്ടവരെ, കുരിശടയാളം കൊണ്ട് മുദ്രണം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിനുള്ളിലും ആ വിശ്വാസത്തിന്റെ അനുഭവം ഉണ്ടാകണം. ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയത്ത് എൻ്റെ വിശ്വാസം എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇടവരണം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, കർത്താവിൻ്റെ ബലിയർപ്പണം ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? ഈശോയുമായുള്ള വിശ്വാസത്തിൻ്റെ അനുഭവം എന്നെ ബലപ്പെടുത്തുന്നുണ്ടോ? കഷ്ടിച്ചൊരാഴ്ചയായിട്ടുള്ളൂ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ സുഹൃത്തുക്കളായ വൈദികരുമായിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇടയായി. കഴിഞ്ഞ ആഴ്ചയിൽ വരാപ്പുഴ അതിരൂപതയിലെ ജോളി തപ്പലോടത്തച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ശവസംസ്കാര കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് ഇടവകാംഗങ്ങളായ ഞങ്ങൾ പോയതാണ്. ആ വീട്ടിൽ ആ ചേച്ചിയെ കാണാൻ ചെന്ന അവസരത്തിൽ വൈദികരായ ഞങ്ങളെ ഒരർത്ഥത്തിൽ വെല്ലുവിളിച്ച ഒരു അനുഭവം ഉണ്ടായി. ആ സഹോദരി തൻ്റെ സ്വന്തം കൈപ്പടയിലെ ബൈബിളിലെ 73 പുസ്തകങ്ങളും എഴുതിയതാണ്, പള്ളിക്ക് സമർപ്പിച്ചതാണ്. കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. മുടക്കം കൂടാതെ എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്നൊരു വ്യക്തിയാണ്. കലശനായ വയറിന് വേദന വന്നിട്ട് ഡോക്ടറിൻ്റെ അടുക്കൽ പോയതാണ്. ഡയഗ്നോസ് ചെയ്തപ്പോഴാണ് ക്യാൻസറിൻ്റെ 4th സ്റ്റേജ്. ഇപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യം, കൈപ്പടയിൽ ബൈബിൾ എഴുതിയിട്ടുണ്ടായി, എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയിട്ടുണ്ടായി, വേദപാഠം വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ടായി. നിരാശപ്പെട്ട് തകർന്ന് അസ്വസ്ഥപ്പെട്ട ഒരു സ്ത്രീയെ പ്രതീക്ഷിച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യമുണ്ട്: ബൈബിൾ എഴുതിയത് കൊണ്ട് ഒരു കാര്യമില്ല, എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്നതുകൊണ്ട് കാര്യമില്ല, സമയം കണ്ടെത്തി വേദപാഠം പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ സന്തോഷിക്കുന്ന അച്ഛൻ മറ്റൊന്നും കൊണ്ടല്ല. അച്ഛന്മാരെ നിങ്ങൾ ഓർക്കണം, ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ ശരീരത്തിൽ ഏൽക്കാൻ സാധിച്ച അനുഭവം. കീമോതെറാപ്പി കഴിയുമ്പോഴും റേഡിയേഷൻ കഴിയുമ്പോഴും അനുഭവിക്കുന്ന എല്ല് പൊടിയുന്ന വേദന, അതിനുശേഷമുള്ള പ്രശ്നങ്ങൾ, ഉള്ളിലേക്ക് കടന്നു വരുന്ന അസ്വസ്ഥത, ഇതിലൊക്കെ കർത്താവിനെ കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എന്നിട്ട് ബൈബിൾ തുറന്നിട്ടൊരു വചനഭാഗം കൂട്ടത്തിലുള്ള ഒരു അച്ഛനെ കൊണ്ട് വായിപ്പിച്ചു. അത് 119-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 75-ാമത്തെ തിരുവചനമാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു. എന്നിട്ട് ആ സഹോദരി പറഞ്ഞൊരു കാര്യം ഇതാണ്: കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച ഈശോ
മഹത്വപ്പെടുന്നു എന്ന്. ജീവിത പങ്കാളിയും മകനും പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? അമ്മയുടെ ഈ സാന്നിധ്യമാണ് ഞങ്ങളുടെ വിശ്വാസത്തെയും ബലപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. കുരിശിൽ മരിച്ചപ്പോഴാണ് അവിടുന്ന് മഹത്വപ്പെട്ടത്. ശാപത്തിൻ്റെ അടയാളമായ ഒന്നിനെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ മരിച്ചവന്റെ മഹത്വമാണ് അതിനെ മാറ്റിയത്. അതുകൊണ്ട് നമുക്ക് മറക്കാതെ അനുസ്മരിക്കാം ഈശോയെയും അവനോടുള്ള സ്നേഹവും അവൻ്റെ ബലിയും അവനുള്ള വിശ്വാസം. തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവ് നമ്മെ സ്നേഹിച്ച് മുറുകേൽപ്പിക്കുമ്പോൾ ഹൃദയപൂർവ്വം അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾ അനുഗ്രഹമായിട്ട് തീരാനായിട്ട് ഇടയാകുന്നത്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, കർത്താവ് നമ്മളെ സ്നേഹിക്കും, മുറിപ്പെടുത്തും, എന്നാൽ സൗഖ്യമാക്കും. അവൻ്റെ മുറിവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അവനെ ഞാൻ മഹത്വപ്പെടുത്തുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഈ തിരുനാളിൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ ദിനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കുരിശ് ബലപ്പെടുത്തുന്ന അടയാളമാണെന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനായിരിക്കും എന്ന തിരുവാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിനെയും മറ്റെല്ലാ സഭാശ്രേഷ്ഠരെയും വൈദികരെയും സന്യസ്തരെയും വിശ്വാസ സമൂഹത്തെയും അങ്ങേ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഒരു ഇടയൻ്റെ കീഴിൽ അജഗണമായി സഭയെ കാത്തു സംരക്ഷിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം എന്നരുൾ ചെയ്ത കർത്താവെ, ഈ സുദിനത്തിൽ ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണൂർ രൂപതാധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിനെയും വചനവിരുദ്ധനാൽ ഞങ്ങളെ അനുഗ്രഹിച്ച ജോസ് തോമസ് അച്ഛനെയും ഞങ്ങളുടെ പ്രിയ വികാരി ജോയി തലക്കാട്ടച്ഛനെയും മറ്റ് സഹകാർമ്മികരെയും ഞങ്ങൾക്കായി സേവനം ചെയ്യുന്ന വിമലാവൻ സിസ്റ്റേഴ്സിനെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങേക്കായി മുറിക്കപ്പെടാനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഇവരെ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശിൻ്റെ നാഥ, വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രസിദ്ധന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയവും ഭൗതികവുമായ നിയോഗങ്ങളെ അങ്ങ് കനിവോടെ സ്വീകരിച്ച് കുരിശിലൂടെ രക്ഷ കൈവരുവാനും കുരിശിൻ്റെ വിജയം ആഘോഷിക്കുവാനും കുരിശിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവെ, ഇന്നേ ദിവസം ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന SAC ക്ലബിനെയും നാളെ നടക്കുന്ന ജലോത്സവത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയ്ക്കും പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. ഇത് നടത്തുന്നതിനാവശ്യമായ അനുയോജ്യമായ കാലാവസ്ഥയും സമാധാന അന്തരീക്ഷവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹദാത, ഞങ്ങളുടെ ഇടവകയെയും ഈ തിരുസന്നിധിയിൽ വന്നടയുന്ന
നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ ഭവനങ്ങളിലും ആശുപത്രികളിലും ആയിരിക്കുന്നവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ജീവിത പ്രതിസന്ധിയിൽ തളരാതെ വിശുദ്ധ കുരിശിൽ ആശ്രയിക്കുവാനും കൂദാശ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടുവാനുമുള്ള തീക്ഷ്ണത നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അനുദിന ജീവിതത്തിൽ പലവിധ കുരിശുകൾ പേറുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങേ തിരുക്കുമാരന് മാത്രമേ ഞങ്ങളുടെ കുരിശുകൾ ലഘൂകരിക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളെ തളർത്തുന്ന പ്രശ്നങ്ങളെയും വിഷമാവസ്ഥകളെയും യേശുവിൻ്റെ കുരിശോട് ചേർന്നുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായി കണ്ണുകളടച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, കുരിശിന്റെ അൾത്താരയിൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ഉദയം ചെയ്തിടത്ത് ജീവനുദാനം ചെയ്യാൻ കുരിശുമരത്തിൽ മാനവരാശിയുടെ രക്ഷാകസം സ്ഥാപിച്ചു. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ പ്രഭാവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സ്രാഫുകളും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്നു. അവരുടെ ഗാനത്തോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. Hosanna, Hosanna,
പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രവുമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർത്തും ഞങ്ങൾ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെന്ന് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ്മിത്രാനോടും പിതാവിനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യ ജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉന്മോചിതരായും ദിവ്യോപദേശത്താൽ
കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അന്ന് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചെയ്താൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. പ്രസിഡന്റുമാരെ മുന്നോട്ട് വന്ന പിതാവിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുക.
ജീവനായക യേശുവേ എൻ സ്നേഹനായക നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹനായക നായക ജീവനായക യേശുവേ എൻ സ്നേഹനായക നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹനായക നായക ജീവനായക യേശുവേ എൻ സ്നേഹനായക താമസിലുഴലുടൻ ജീവിതമൗകയും പ്രകാശമരുളു പ്രഭാതമവരെ താമസിലുഴലുടൻ ജീവിതമൗകയും പ്രകാശമരുളു പ്രഭാതമവരെ പ്രണാമമുക്തങ്ങൾ ഏകിലാമെന്നും പ്രണാമമന്ത്രങ്ങൾ ചൊല്ലിട നായക ജീവനായക യേശുവേ എൻ സ്നേഹനായക നായക ജീവനായക യേശുവേ എൻ സ്നേഹനായക മധുരിമ നിറയും സ്നേഹമാ ആശ്വാസമേകു എന്നാത്മനാഥ മധുരിമ നിറയും സ്നേഹമാ ആശ്വാസമേകു എന്നാത്മനാഥ പുരിയുകയെന്ന് പ്രപഞ്ചതാരാനോട് ആയക ജീവനായക യേശുവേ എൻ സ്നേഹനായക നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹനായക യേശുവേ എൻ സ്നേഹനായക യേശുവേ എൻ സ്നേഹനായക
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ദിവ്യനാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. എന്നെന്നും
ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിൻ്റെ ഏറ്റവും സന്തോഷപ്രദവും അഭിമാന മുഹൂർത്തത്തിൻ്റെ തിരുനാൾ ദിനവുമാണ് എന്ന് നമ്മുടെ ദേവാലയത്തിൽ വൈദികനായി നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച പുരോഹിതൻ എന്ന് നമ്മുടെ ദേവാലയത്തിൽ വന്ന് അഭിവന്യ പിതാവായി സ്ഥാനം ദൈവത്താൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് അത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ്. അഭിവന്യ പിതാവേ, ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് ഇവിടെ ആയിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരുപക്ഷെ ഏതാണ്ട് 1 വർഷത്തിലേറെ കാലം നമ്മുടെ ദേവാലയത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവുമാണ്. എന്ന് ഇവിടെ വന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് കാണിച്ച ഈ നല്ല മനസ്സിന് വലിയ സ്നേഹത്തോടെ കൃതജ്ഞതയോടെ ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നല്ല കയ്യടിയോടെ അഭിവന്യ പിതാവിനെ ഈ ദിവ്യബലിക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. നമ്മുടെ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിക്കുവാൻ സന്തോഷവും അതുപോലെ വലിയ കൃതജ്ഞതയും അദ്ദേഹത്തിനുണ്ട്. സന്തോഷത്തോടെ ഫോൺ വിളിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും തീർച്ചയായും എനിക്ക് വരാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ അദ്ദേഹം പള്ളിപ്പുറത്ത് പിതാവിൻ്റെയും അപ്പച്ചൻ്റെയും ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ദീപബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ദേവാലയത്തിലേക്ക് വന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇടവക മക്കളായ ഞങ്ങളെല്ലാവരും കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഒരു വലിയ ദൈവാനുഗ്രഹമായി കാണുകയും വിശുദ്ധ കുരിശിൻ്റെ വലിയ സംരക്ഷണത്തിനായി ഞങ്ങളെല്ലാവരും അങ്ങയെ ഭരമേൽപ്പിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അന്നും ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഡെന്നീസ് പിതാവിനെ വിശുദ്ധ കുരിശ് എപ്പോഴും എവിടെയും സംരക്ഷണം നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്ന് വചനപ്രഘോഷണ കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ഛൻ വളരെയേറെ ദീർഘദൂരം യാത്ര ചെയ്താണ് നമ്മുടെ ദേവാലയത്തിൽ ഇന്ന് വന്നിരിക്കുക. അദ്ദേഹം ചേർത്തല ഓക്കാം ഭവനത്തിലാണ് അദ്ദേഹം. ഇവിടെ അദ്ദേഹം നേരത്തെ വന്നിട്ടുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്നിരുന്നാലും ഇന്ന് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും വന്ദനപ്രഘോഷണ കർമ്മം നിർവഹിക്കുവാനും അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ദേവാലയത്തിൽ വന്ന് ഈ തിരുനാൾ ദിനം വന്ദനപ്രഘോഷണ കർമ്മം നിർവഹിക്കുകയും ചെയ്തു.
നമ്മുടെ ഓരോരുത്തരുടെയും സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർത്ത് വയ്ക്കുവാൻ അതിന് നമ്മളോട് പറഞ്ഞു തരികയാണ്. സഹനങ്ങൾ ഒരിക്കലും അത് നിരാശപ്പെടുത്തേണ്ടതല്ല, മറിച്ച് അത് നമ്മെ മഹത്വീകരിക്കുന്ന വലിയ ദൈവകൃപയാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ഛൻ എല്ലാവരുടെയും പേരിൽ, പ്രസിദ്ധന്മാരുടെയും എല്ലാവരുടെയും പേരിൽ അച്ഛന് എൻ്റെ ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട ആൻഡസ് അച്ഛൻ, ബഹുമാനപ്പെട്ട വിപിൻ അച്ഛൻ, എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ വലിയ സംരക്ഷണം എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവബലിക്ക് നേതൃത്വം നൽകിയത് SAC ക്ലബ്ബ് ആണ്. അവർക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നാളെ രാവിലെ 8:30 കരണിയുടെ ജപമാല, തുടർന്ന് നാളെ തിരുനാൾ ദീപബലി രാവിലെ 9 മണിക്കാണ്. നമുക്കറിയാവുന്നതുപോലെ രാവിലെ കറക്റ്റ് 9 മണിക്ക് തന്നെ തിരുനാൾ ദീപബലി നമ്മൾ ആരംഭിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ നേരത്തെ തന്നെ ബലിയിൽ പങ്കെടുക്കുവാനായി ദേവാലയത്തിലെത്തണമെന്ന് ഓർപ്പിക്കുകയാണ്. എല്ലാ പ്രസിദ്ധന്മാരും തിരുനാൾ ദീപബലിയിൽ പങ്കെടുക്കുക. അതുപോലെ മറ്റ് എല്ലാവരും സമയത്തിന് 9 മണിക്ക് മുമ്പ് തന്നെ ദേവാലയത്തിലെത്തുവാനും പ്രസിദ്ധന്മാർ ഓപ്പൺ ധരിച്ചുകൊണ്ട് ദീപബലിയിൽ പങ്കെടുക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നാളെയും പരിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട റോബിൻ അച്ഛനാണ്. നമ്മുടെ രൂപതയുടെ വ്യാലി ജനറലാണ്. നാളെ വചന പ്രഭാഷണം നിർവഹിക്കുന്നത് സ്റ്റീഫൻ ചാക്കര അച്ഛനാണ്. അദ്ദേഹം ജീവനാഥം മാനേജിംഗ് എഡിറ്ററാണ്. നാളെ ദീപബലിക്ക് നേതൃത്വം നൽകുന്നത് പ്രസിദ്ധന്മാരും കുടുംബാംഗങ്ങളുമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദീപബലിക്ക് ശേഷം ഉടനെ തന്നെ നാം പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പ്രദക്ഷിണത്തിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുക. ഹോളി ക്രോസ് ജംഗ്ഷൻ വരെയാണ് പ്രദക്ഷിണം ഉണ്ടായിരിക്കുക. എല്ലാ വർഷവും നാം നടത്തുന്നത് പോലെ ഹോളി ക്രോസ് ജംഗ്ഷൻ വരെയാണ് പ്രദക്ഷിണം. എല്ലാവരും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക. കുരിശൻ മുന്നിൽ, തുടർന്ന് കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, തുടർന്ന് തിരുസ്വരൂപം, വൈദികർ. ഈ ക്രമത്തിലാണ് പ്രദക്ഷിണം ഉണ്ടായിരിക്കുക. കുരിശിന് മുന്നിലായി വാദ്യ മേളം ഉണ്ടായിരിക്കും. പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴയും ശൃംഗാരിമേളവും ഉണ്ടായിരിക്കുന്നതുമാണ്. നമുക്കെല്ലാവർക്കും സമാപന ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് എഴുന്നേറ്റ് നൽകും. സമാപനാശീർവാദം നൽകുന്നതിന് മുൻപായിട്ട് വിആർഎസിൻ്റെ വാക്കുകൾക്കും പ്രാർത്ഥന വാഗ്ദാനത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ആ യോഗത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എൻ്റെ മെത്രാഭിഷേക ചടങ്ങുകളിൽ കണ്ണൂരിൽ വന്ന് ഈ ഇടവകയിൽ നിന്നും കണ്ണൂരിലെത്തിയിട്ടുള്ളവർക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുടുംബത്തിന് എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഒരിക്കൽ കൂടി നേരുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, ശരി
ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുകയും എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിലും നിന്നെപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകാനും സൽപ്രവർത്തികളിൽ വ്യാപൃതരായി ലോകത്തിൽ ജീവിതം നയിക്കാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ.